നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 7 തീയതി മുതൽ 13 വരെയുള്ള ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അശ്വതി മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഒരാഴ്ചത്തെ താൽക്കാലിക ഫലം. ആദ്യത്തേത് അശ്വതി നക്ഷത്രക്കാരുടെ ഫലമാണ്. അവർക്ക് പ്രവർത്തന വിജയമുണ്ടാകും. ജ്ഞാനം നേടാനായിട്ട്, അറിവ് നേടാനായിട്ട് സാധിക്കും. അത് പകർന്നു കൊടുക്കാനും സാധിക്കുന്നതാണ്. ഒരുപക്ഷെ അധ്യാപനം പോലെ മറ്റുള്ളവരെ പഠിപ്പിക്കാനും സാധിക്കും. സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധിക്കും. ചെറിയ യാത്രകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഭക്ഷണസുഖം ഉള്ള ആഴ്ചയാണ് എന്ന് പറഞ്ഞാൽ സദ്യകളിലോ അല്ലെങ്കിൽ പാർട്ടികളിലോ ഒക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതാണ്. എങ്കിലും ജോലിയിൽ കുറച്ച് സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. ജോലി കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടി വരുന്ന ഒരു ആഴ്ചയായിരിക്കും. അതിനകത്ത് നമ്മുടെ വ്യക്തിത്വം നന്നായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജോലി സ്ഥലത്തും ജീവിതത്തിലുമൊക്കെ ഒരല്പം സെൽഫിഷാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ മറ്റുള്ളവർ ഉന്നയിച്ചേക്കാം. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വ്യക്തിത്വം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. എന്നാൽ ദേഹസുഖവും മനസ്സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു ആഴ്ചയുമാണ്. ബന്ധുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചവസ്തുക്കളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ ബന്ധുക്കൾ കൊണ്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്നവരുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കും. ആഴ്ചയുടെ മധ്യഭാഗം അത്ര ഗുണകരമല്ല. ആഴ്ചയുടെ മധ്യത്തോടെ തൊഴിൽ സ്ഥലത്ത് ഒരല്പ സമ്മർദ്ദം വർദ്ധിച്ചേക്കാം. സാധനങ്ങളുടെ കൈമാറ്റത്തിൽ കുറച്ച് ശ്രദ്ധയുണ്ടായിരിക്കണം. രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. വെള്ളി ശനി ദിവസങ്ങൾ പൊതുവെ നല്ലതാണ്. നമുക്ക് സംഘടനകളിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു ആഴ്ചയാണ്. പിതൃസ്വത്ത് വിൽപ്പനയിലൂടെ പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനമൊക്കെ നടത്താനായിട്ട് ആലോചിക്കുന്ന സമയമാണ്. പല കോണുകളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. സൗഹൃദങ്ങൾ ഗുണകരമായിട്ട് വരും. സംരംഭങ്ങളൊക്കെ വിപുലീകരിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത വർദ്ധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ കാര്യങ്ങളിലും പങ്കെടുത്തേക്കാം. അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുകാര്യങ്ങളിൽ ഇടപെടുമ്പം ഒരല്പം കരുതൽ വേണ്ട ഒരാഴ്ചയാണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ പലതും വിമർശിക്കപ്പെടാനോ തെറ്റിദ്ധരിക്കപ്പെടാനോ ഉള്ള സാധ്യതയുണ്ട്. വാഹനം, വൈദ്യുതി എന്നിവ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കാർത്തിക നക്ഷത്രത്തിൽ കൂടിയാണ് ചൊവ്വ ട്രാൻസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിൽ കൂടെയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇടവം രാശിയിലേക്ക് കടക്കുമ്പോഴും ഇത് കാർത്തിക നക്ഷത്രത്തിൽ കൂടെയാണ് പോകുന്നത്. മേടത്തിൽ കാൽഭാഗമല്ലേ ഉള്ളൂ കാർത്തിക. അതിനുശേഷം ഇടവത്തിലേക്കാണ് കടക്കുന്നത്. അതുകൊണ്ട് ആ ചൊവ്വയുടെ ഒരു ട്രാൻസിറ്റ് അവർക്ക് ഒരല്പം സമ്മർദ്ദം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണിത്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പ്രസരിപ്പോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ്. കലാകാരന്മാർക്കും അനുകൂലമാണ്. കുടുംബാന്തരീക്ഷം പൊതുവെ മെച്ചപ്പെടും. പുതുതലമുറയുമായിട്ട് ഇണങ്ങി പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, പുതിയ ഫോണിൽ വരുന്ന പുതിയ ആപ്പുകളൊക്കെ പുതുതലമുറയുമായിട്ട് ചേർന്ന് പരിചയപ്പെടാൻ പ്രായമുള്ളവർക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ തലമുറകൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്ന ഒരു സമയമാണ്. പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പഠിക്കേണ്ടി വരുന്നതാണ്. ഈ മണി ട്രാൻസ്ഫറൊക്കെ, പൈസയൊക്കെ ഓൺലൈനായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ വരും തലമുറ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനൊക്കെയുള്ളൊരു അവസരമാണ് ഈ ആഴ്ച. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് പല കാര്യത്തിലും ശക്തമായ പ്രതികരണം ചെയ്യേണ്ടി വരും. അത് സാധിക്കുകയും ചെയ്യും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ട് കൂടുതൽ കരുത്ത് നേടുന്ന ആഴ്ചയാണ്. മോട്ടിവേഷൻ
ഒക്കെ നടത്താനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ടാകും. പിന്നെ തൊഴിലിൽ ഒരല്പം അശ്രദ്ധ കാണിക്കും. പിന്നെ കുടുംബാംഗങ്ങളോടൊത്തുള്ള യാത്രകളൊക്കെ ഈ ആഴ്ച പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷമാണ് ഈ ആഴ്ച കാണുന്നത്. സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടി വരും. പനിയോ ജലദോഷമൊക്കെ പോലുള്ള ചെറിയ ചെറിയ പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയും ഈ ആഴ്ച ഉണ്ട്. തിരുവാതിര നക്ഷത്രമാണ് അടുത്തത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റാൻ സാധിക്കും. അറിവ് നന്നായിട്ട് പ്രയോഗിക്കാനായിട്ട് സാധിക്കും. പല പുതിയ കാര്യങ്ങളും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ആഴ്ച അതിനുള്ള സാധ്യതയുണ്ട്. വ്യാപാരം നടത്തുന്നവർക്കാണെങ്കിൽ ഉപഭോക്താക്കളെ കൂടുതലായിട്ട് ആകർഷിക്കാൻ സാധിക്കും. അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. കുറേയേറെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ചയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. തീരുമാനങ്ങളൊക്കെ ഔചിത്യപൂർവ്വം എടുക്കാൻ അവർക്ക് സാധിക്കും. മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. പുണർതം നക്ഷത്രമാണ് അടുത്തത്. ഔദ്യോഗികമായിട്ട് അവർക്ക് കുറേ മെച്ചമുണ്ടാകുന്ന സമയമാണ്. പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. ആത്മവിശ്വാസവും കാര്യശേഷിയും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. ബിസിനസ്സിലെ കുറച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കലാപ്രവർത്തകർക്കും അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ശ്രമം തുടങ്ങും. ചെലവ് ഉയരുന്നതാണ്. അടുത്ത പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വ്യാപാരത്തിൽ പുതിയ ആൾക്കാരെ നിയമിച്ചുകൊണ്ട് മാറ്റം വരുത്താനായിട്ട് സാധ്യതയുണ്ട്. വാരാദ്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ ആദ്യം സുഖ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റ് ദിവസങ്ങളിൽ പൊതുവെ അത്ര സംതൃപ്തമായ ഒരവസ്ഥയായിരിക്കില്ല. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ജോലിഭാരം വർദ്ധിക്കും. വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാരത്തിൽ സമ്മർദ്ദം കൂടും. വ്യാപാരം വർദ്ധിപ്പിക്കാൻ സാധിക്കും എങ്കിലും കുറച്ചുകൂടെ പരിശ്രമിക്കേണ്ടി വരും. നമ്മുടെ സമയം കൂടുതൽ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരും. മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിൽ ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കടന്നു പോകാൻ സാധിക്കും, പക്ഷേ തൽക്കാലത്തേക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ പഠനത്തിന് വേണ്ടി കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും. പിണങ്ങിപ്പോയ പല സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ പിന്തുണയും നമുക്ക് ലഭിക്കുന്നതാണ്. ആയില്യ നക്ഷത്രമാണ് അടുത്തത്. ആയില്യ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് കൂടുതൽ. ചെറിയ പ്രയത്നം കൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കുടുംബ സംഗമം, സുഹൃത്ത് സമാഗമം തുടങ്ങിയവ അവർക്കുണ്ടാകും. പല സമ്മാനങ്ങൾ ലഭിച്ചേക്കാം. ചിട്ടി, ലോൺ തുടങ്ങിയവയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവേഷണ പ്രവർത്തനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് ഗുണകരമായ സമയമാണ്. കഫജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സരങ്ങൾക്ക് പരിശീലനം നടത്തുന്നവർക്ക് ഗുണകരമായ സമയമാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. മകം നക്ഷത്രമാണ് അടുത്തത്. അവർക്ക് പ്രതിബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ അഭിനന്ദനങ്ങൾ സമൂഹത്തിൽ നിന്ന് അവർക്ക് ലഭിക്കും. രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെലവ് വർദ്ധിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. പൊതുവെ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആഴ്ചയല്ല, എങ്കിലും ഈ ചെലവ് കൂടുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പൂര നക്ഷത്രമാണ് അടുത്തത്. തന്ത്രപ്രധാനമായ പല കാര്യങ്ങളും ഈ ആഴ്ച ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ഈ യാത്രകൾ പലതും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാധിക്കാതെ തിരിച്ചു വരേണ്ടി വന്നേക്കാം. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കരുതി വെച്ച പൈസ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പല കാര്യത്തിലും അവ്യക്തത അനുഭവപ്പെടുന്ന ഒരാഴ്ചയാണിത്. ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തന മികവ് പുലർത്താനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ സാമാന്യമായ ലാഭം ഉണ്ടാകും, എങ്കിലും പുതിയൊരു മേഖലയിലേക്ക് കടക്കാൻ സാധിച്ചെന്ന് വരികയില്ല. സാങ്കേതിക കോഴ്സുകൾ പഠിക്കാൻ അവസരം കിട്ടുന്ന സമയമാണ്.
കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഉത്തര നക്ഷത്രമാണ് അടുത്തത്. ഉത്തര നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. പൊതുവെ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സുഖമൊക്കെ കിട്ടുന്ന ആഴ്ചയാണ്. കുറച്ച് നാളായിട്ട് അനുഭവപ്പെട്ടിരുന്ന പിരിമുറുക്കമൊക്കെ മാറിയിട്ട് വളരെ റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് സഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ വ്യാപാര സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തേക്കാം. പല തർക്കങ്ങളിലും അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ വിജയം നേടാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് കുറച്ച് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്വതസിദ്ധമായ കഴിവുകൾ പലതും പ്രയോജനപ്പെടുത്തുകയും അതിലൂടെ വിജയം കൈവരിക്കാനും സാധിക്കും, പല മേഖലയിലും, വ്യാപാരത്തിൽ പ്രത്യേകിച്ചും. അത്തം നക്ഷത്രമാണ് അടുത്തത്. അവർക്ക് വാക്കുകൾ ബഹുമാനിക്കപ്പെടുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ സേവന രംഗത്തുള്ളവർക്കും കൂടുതൽ അനുകൂലമാണ്. നല്ല ഭക്ഷണം ലഭിക്കാനുള്ള യോഗമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട്. പൊതുവെ സംതൃപ്തമായ സമയമാണ്. കുറച്ച് യാത്രകളും അലച്ചിലുകളുമൊക്കെ ഉണ്ടായേക്കാം. ചെലവ് കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് തോന്നിയേക്കാം. ചില സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം. സമയനിഷ്ഠ പാലിക്കാൻ കഴിയാത്തത് വിഷമങ്ങൾ സൃഷ്ടിക്കും. മാതാപിതാക്കളുടെ പല കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളോ സമൂഹത്തിലെ പല പുതിയ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രമാണ് അടുത്തത്. ഉത്തരവാദിത്തങ്ങളൊക്കെ തൃപ്തികരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകർക്കാണെങ്കിലും ഗുണകരമാണ്. സംഘടനാ പ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കും. വ്യാപാരത്തിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാകും. ജോലിയൊക്കെ ലഭിക്കാൻ ഇൻ്റർവ്യൂവിലോ ടെസ്റ്റിലോ ഒക്കെ പങ്കെടുക്കുന്നവർക്ക് ഗുണകരമാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ചെറുപ്പകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും സന്തോഷകരമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനും സാധിക്കും. പുതിയ അറിവുകളൊക്കെ സമ്പാദിക്കാനുള്ള ഒരു ആഴ്ചയാണിത്. അത് സാധിക്കുന്നതാണ്. മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ഒപ്പം, അല്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മമാരോടും മക്കളോടുമൊക്കെ ഒപ്പം യാത്രകളൊക്കെ നടത്താനായിട്ട് സാധിക്കും. വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത്. അതിന് സാധ്യതയുണ്ട്. അടുത്ത ചോതി നക്ഷത്രമാണ്. കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരാഴ്ചയാണ്. ന്യായമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉന്മേഷം ഉണ്ടാകും. നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളൊക്കെ ലാഭകരമാകുന്നതാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് ഗുണകരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില പിണക്കങ്ങളൊക്കെ മാറി സ്വസ്ഥത കൈവരിക്കുന്നതാണ്. ഏജൻസി, കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയവയിൽ നിന്ന് ലാഭം ഉണ്ടായേക്കാം. പുതിയ ആശയങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കാനും വിജയിക്കാനും സാധിക്കുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നയപരമായിട്ട് പ്രവർത്തിച്ച് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വിശാഖ നക്ഷത്രമാണ് അടുത്തത്. സ്വന്തം കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. എന്നാലും നമ്മൾ പറയുന്ന ആ ടൈം ഫ്രെയിം പാലിക്കാനായിട്ട് കൃത്യസമയത്ത് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് സർവീസ് മേഖലയിലുള്ളവർക്ക്. നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്, സർവീസ് മേഖലയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ കൃത്യസമയത്ത് ആ പണി തീർത്ത് കൊടുക്കാൻ പറ്റാത്തതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം. അതുമാത്രമേ ഉള്ളൂ ഒരു പ്രയാസമുള്ള ഒരു കാര്യം. കുടുംബജീവിതം സമാധാനപൂർണ്ണമാകും. യുവാക്കൾക്ക് വിവാഹാലോചനകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആഗ്രഹിച്ച പല വസ്തുക്കളും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാനായിട്ട് സാധിക്കും. തർക്കങ്ങളിലൊക്കെ അനുരഞ്ജനം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായിട്ട് കണ്ടുമുട്ടാനും യാത്രകൾ ചെയ്യാനും സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തേക്കാം. പക്ഷേ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളൊക്കെ ലാഭകരമാകും. വ്യാപാരം വിപുലീകരിക്കാനായിട്ട് ലോണിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. കർമ്മ മേഖലകളിൽ ഉണർവ് അനുഭവപ്പെടുന്ന ഒരു ആഴ്ചയാണ്. അനിഴം നക്ഷത്രമാണ് അടുത്തത്. അവർക്ക് സാമാന്യം മെച്ചപ്പെട്ട ഒരു സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. നേരത്തെ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. ധനപരമായിട്ട് കുറച്ച് മെച്ചമുണ്ടാകുന്ന ആഴ്ചയാണ്. സ്വതന്ത്ര നിലപാടുകൾക്ക്
അംഗീകാരം ലഭിക്കും. സമൂഹത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ വിലമതിക്കപ്പെടും. വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാം. ആത്മീയ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ ലോൺ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച പല ഉപകരണങ്ങളും, വീട്ടുപകരണങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം ഈ ആഴ്ച ഉണ്ട്. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. തൃക്കേട്ട നക്ഷത്രമാണ് അടുത്തത്. ബിസിനസ്സിൽ അവർക്ക് അവരുടെ നയപരമായ പ്രവർത്തനങ്ങൾ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പുതിയ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. അതുമൂലം ഒരല്പം മാനസിക സമ്മർദ്ദം ഉണ്ടായേക്കാം. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. പഴയ കടബാധ്യതകൾ കുറേയൊക്കെ വീട്ടാനായിട്ട് സാധിക്കും. വാഹനം, പഴയ നമ്മുടെ കയ്യിലുള്ള വാഹനം മാറ്റി വാങ്ങിക്കാനായിട്ട് ആലോചിക്കുന്നതാണ്. നിലവിൽ തൽക്കാലം ഈ വാഹനം തന്നെ പണി ചെയ്ത് എടുക്കാൻ തീരുമാനിക്കും. സഞ്ചാരം ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമായ ഒരാഴ്ചയാണ്. പല പുതിയ സ്ഥലങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രണയിക്കുന്നവർക്കും ഗുണകരമാണ്. ചെലവുകൾ അല്പം വർദ്ധിക്കുന്നതാണ്. കൂട്ടു ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർ രേഖകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. സുഹൃത്തുക്കളൊക്കെയാണ് കൂടെ ഉള്ളതെങ്കിലും രേഖകൾ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ദാമ്പത്യത്തിൽ വലിയ പ്രശ്നമില്ല. ചെറിയ തർക്കങ്ങൾ ഉടലെടുത്തേക്കാം. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ തൊഴിൽ ഇടത്തിലാണേലും വ്യാപാരത്തിലാണേലും നമുക്ക് ഒരു അംഗീകാരം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ്. മൂലനക്ഷത്രമാണ് അടുത്തത്. മൂലനക്ഷത്രം അവർക്ക് ഇപ്പോൾ ചെയ്യുന്ന പ്രധാന കാര്യത്തോടൊപ്പം അനുബന്ധമായിട്ട് വരുമാന മാർഗങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. സാമ്പത്തിക ഞെരുക്കം മാറ്റാനുള്ള പല വഴികളെപ്പറ്റി, പുതിയ ആശയങ്ങളെപ്പറ്റി ആലോചിക്കും. കൂട്ടുകച്ചവടം അത്ര ഗുണകരമല്ല. എങ്കിലും പുതിയ പാർട്ട്ണർമാരെ വന്നെത്താനുള്ള സാധ്യതയും ഉണ്ട്. ജീവിത ചര്യകൾക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ റൊട്ടീന് കുറച്ച് തടസ്സമൊക്കെ നേരിട്ടേക്കാം. കുടുംബ സുഖം അനുഭവിക്കുന്നതാണ്. പിന്നെ കുടുംബത്തിലെ മറ്റുള്ള ചില ആൾക്കാർ, ചില ബന്ധുക്കളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ് വിപുലീകരിക്കാനായിട്ട് സാധിക്കും. യാത്രകൾ കൂടുതലായിട്ട് അതിനുവേണ്ടി ചെയ്യേണ്ടി വരും. കുറച്ച് ശാരീരികമായ സമ്മർദ്ദം ഉണ്ടാകും. ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രവർത്തന ഗുണം മറ്റുള്ളവരുടെ പ്രശംസ നേടിത്തരുന്നതാണ്. വിരുന്ന് സൽക്കാരങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് യോഗമുണ്ട്. ചർച്ചകളിലൊക്കെ മേൽക്കൈ പുലർത്താനായിട്ട് സാധിക്കുന്നതാണ്. പൂരാട നക്ഷത്രമാണ് അടുത്തത്. കുടുംബജീവിതത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നതാണ്. പരിശ്രമങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നതാണ്. വാരത്തിൻ്റെ ആദ്യം അത്ര ഗുണകരമല്ല. കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നത് കുറച്ച് ശ്രദ്ധിച്ച് വേണം. സമയനിഷ്ഠ പാലിക്കാൻ അല്പം ബുദ്ധിമുട്ടുന്നതാണ്. വാരമധ്യം മുതൽ നല്ലതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, വലിയ സമ്മർദ്ദങ്ങളില്ലാതെ മുന്നോട്ട് പോകാം. തർക്കങ്ങളിലൊക്കെ അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെയോ അല്ലെങ്കിൽ നമ്മളൊരു നയപരമായിട്ട് ഒരു ആശയം വെക്കുന്നതിലൂടെയോ നമുക്ക് തന്നെ വിജയം നേടാനായിട്ട് സാധിക്കും. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്ന ആഴ്ചയാണ്. ഉത്രാട നക്ഷത്രമാണ് അടുത്തത്. ഉത്രാടം നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഗുണകരമാകണമെന്നില്ല. വലിയ മുതൽ മുടക്കിന് അനുകൂലമായ ഒരാഴ്ചയല്ല. കൃത്യനിഷ്ഠ പാലിക്കാൻ ബുദ്ധിമുട്ടുന്നത് ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും കൃത്യനിഷ്ഠ പാലിക്കാൻ അല്പം ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. വ്യാപാരികൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ വ്യാപാരത്തെ അത് ബാധിക്കുന്നതാണ്. ധനുക്കൂറുകാർക്ക് വാരത്തിൻ്റെ തുടക്കം ഗുണകരമാണ്. മകരക്കൂറുകാർക്ക് വാരമധ്യം അല്പം ദോഷകരവുമാണ്. മറ്റു ദിവസങ്ങളിൽ കുടുംബസൗഖ്യം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള യോഗമുണ്ട്. പൈസ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ബിസിനസ് ഒന്ന് ഉണർന്നു വരും. നമ്മൾ കുറേ അറിവുകളൊക്കെ നേടാനും അത് പകർന്നു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പുതിയ കരാർ ജോലികളിലൊക്കെ ഏറ്റെടുത്ത് വിജയകരമായിട്ട് അത് ആരംഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്.
തിരുവോണമാണ് അടുത്തത്. പല ഭാവി കാര്യങ്ങളിലും ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയുന്നതാണ്. എല്ലാത്തിലും ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഴ്ചയാണ്. ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്ക് വേണ്ടിയുള്ള കാൾ ലെറ്റർ വരാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. കണ്ണുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടായേക്കാം. ചില ആളുകൾക്ക് ശസ്ത്രക്രിയ തന്നെ വേണ്ടി വന്നേക്കാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഉപരി പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. അവർക്ക് വിജയിക്കാനായിട്ട് യോഗമുണ്ട്. അടുത്ത അവിട്ടം നക്ഷത്രമാണ്. പുതിയ ആശയങ്ങളും ഭാവനകളും ഒക്കെ പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും പൊതുവെ അനുകൂലമാണ്. സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്ര നടത്താനായിട്ട് അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് ആദായം വർദ്ധിക്കുന്നതാണ്. സാങ്കേതികമായി പുതിയ കാര്യങ്ങളൊക്കെ, സാങ്കേതിക രംഗത്തുള്ള പുതിയ കാര്യങ്ങളൊക്കെ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്ന് ബിസിനസ് കുറച്ചുകൂടെ വിപുലീകരിച്ചേക്കാം. അതിനുവേണ്ടി ഓൺലൈൻ മാർഗവും ഉപയോഗിച്ചേക്കാം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ പിന്തുണ വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളൊരു മനപ്രയാസം നമുക്ക് തോന്നിയേക്കാം. കുട്ടികളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്താനും നല്ല സ്നേഹത്തോടെ പോകാനും സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ആദായം വർദ്ധിക്കുന്നതാണ്. ചതയ നക്ഷത്രമാണ് അടുത്തത്. പരിശ്രമങ്ങൾ സഫലമാകും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സ്വതസിദ്ധമായ പല കഴിവുകളും പുറത്തെടുക്കാനും സമൂഹത്തിൽ അത് പ്രകടിപ്പിക്കാനും സാധിക്കുന്നതാണ്. അംഗീകരിക്കപ്പെടുന്നതുമാണ്. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഈ ആഴ്ച കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിലെ മക്കൾക്കൊക്കെ നല്ല കോഴ്സിന് പ്രവേശനം കിട്ടിയേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടിയേക്കാം. ശത്രുക്കളുടെ പല പ്രവർത്തനങ്ങളും തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. കടമൊക്കെ കുറേയൊക്കെ തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങിക്കുന്നതിനെ പറ്റിയും ചിന്തിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്തേക്കാം. സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒക്കെയുള്ള മംഗളകാര്യങ്ങളിലും പങ്കെടുത്തേക്കാം. ആഗ്രഹിച്ച പദവി, ജോലി, പ്രൊമോഷനൊക്കെ കിട്ടിയേക്കാം. പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർ ജന്മനാട്ടിലേക്ക് വരാനുള്ള അവസരം അവർക്ക് ലഭിച്ചേക്കാം. അടുത്ത പൂരുട്ടാതിയാണ്. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കുറച്ച് ക്ലേശകരമായ ദൗത്യങ്ങൾ കൊടുത്താലും അവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനപിന്തുണ ലഭിക്കുന്ന വാരമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണ്. കാരണം സാമ്പത്തികമായിട്ട് ചെറിയ അബദ്ധങ്ങൾ ഈ ആഴ്ച പറ്റിയേക്കാം. ബിസിനസ്സിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ അല്ലെങ്കിൽ ബിസിനസ് കുറച്ചുകൂടി വിപുലീകരിക്കാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. തർക്കങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നതാണ്. കുടുംബകാര്യങ്ങളെക്കാൾ കൂടുതൽ സാമൂഹിക കാര്യങ്ങളിലും വ്യാപാര കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് കുടുംബത്തിൽ നിന്നുള്ള വിമർശനത്തിന് കാരണമായേക്കാം. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുത്തേക്കാം. ചർച്ചകളിലും അതുപോലെ മധ്യസ്ഥ പ്രവർത്തനങ്ങളിലുമൊക്കെ വിജയ സാധ്യത ഉണ്ട്. ഉത്രട്ടാതിയാണ് അടുത്തത്. പ്രായോഗികമായ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോയാൽ ഈ ആഴ്ച സമാധാനമായിരിക്കും കിട്ടുന്നത്. പലപ്പോഴും പ്രായോഗികമായ ചിന്താഗതിയേക്കാൾ വൈകാരികമായ പ്രതികരണമാണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ചില സമയത്ത് നയപരമായിട്ട് പെരുമാറേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വിയോജിപ്പുകൾ ഉണ്ടായാലും അത് ശക്തമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകും. തൽക്കാലം അങ്ങനെ തന്നെ പോട്ടെ എന്ന് വെക്കുക. പൊട്ടിത്തെറിച്ചാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാകുന്നത്. ലക്ഷ്യം നേടാനായിട്ട് കുറച്ച് ക്ലേശം ഉണ്ടായേക്കാം. എങ്കിലും അത് സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ നവീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കും. എടുത്തിയാട്ടം അത്ര നല്ലതല്ല. ആലോചിച്ച് പ്രവർത്തിക്കുക. എഡ്യൂക്കേഷണൽ ലോണ്, വിദ്യാഭ്യാസ വായ്പകളൊക്കെ തേടുന്ന ആളുകൾക്കത് ലഭിക്കുന്നതാണ്. ഔദ്യോഗികമായിട്ട് ജോലിഭാരം കൂടുന്നതാണ്. എങ്കിലും ഉദ്യോഗസ്ഥർക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾക്കുള്ള ധനം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔചിത്യമുള്ള സമീപനം അവലംബിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്നതാണ്. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
അടുത്ത രേവതി നക്ഷത്രമാണ്. അവർക്ക് സമൂഹത്തിൽ ആദരണീയമായ സ്ഥാനം കിട്ടുന്ന ഒരു ആഴ്ചയാണ്. യൂണിയനിലോ സംഘടനാ പ്രവർത്തനമൊക്കെ ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അവരുടെ ആശയങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്നതാണ്. ചർച്ചകളൊക്കെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. പുതിയ പരിചയങ്ങൾ ഉണ്ടായേക്കാം. അത് ഗുണകരമായി മാറാനും സാധ്യതയുണ്ട്. എപ്പോഴും പുതിയ ആളുകൾ വരുമ്പോൾ അവരെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കൂടുതൽ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാവുള്ളൂ. പ്രത്യേകിച്ച് കുടുംബ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാരോട് പരിചയപ്പെടുമ്പോഴേ പറയേണ്ടതില്ല. ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ നല്ല ആളുകൾ ധാരാളമായിട്ട് വരും. നല്ല സുഹൃത്തുക്കൾ ലഭിക്കും ഈ ആഴ്ച. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് സർക്കാരിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ്. നിയമപ്രശ്നങ്ങളിൽ വിദഗ്ധോപദേശം ലഭിക്കുന്നതാണ്. വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും. ഉപഭോക്താക്കളെ കൂടുതലായിട്ട് ആകർഷിക്കാനായിട്ട് സാധിക്കും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ഇരിക്കുന്ന മധ്യവയസ്കരായ ആളുകൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കും. അവരൊരു സംഘം ചേർന്ന് പല കാര്യങ്ങളും സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. കിടപ്പ് രോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക്, അസുഖമൊക്കെ ബാധിച്ച് വളരെ കാലമായിട്ട് ചികിത്സയിലുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു വാരമാണ്. അപ്പോൾ ഇതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ സാമാന്യ ഫലം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് ചന്ദ്രൻ്റെ സഞ്ചാരമാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് കണക്കിലെടുക്കുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് ബുധ-ശുക്രന്മാരുടെ മാറ്റം, ബുധൻ മാറിക്കഴിഞ്ഞു, ശുക്രൻ മാറുന്നുണ്ട്, ചൊവ്വ മാറുന്നുണ്ട്, ശനിയുടെ വക്രമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെറിയ തോതിലെങ്കിലും ബാധിക്കും. നമ്മൾ ഈ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഫലം പറയുമ്പോൾ സൂര്യനും മാറുന്നുണ്ട്. സൂര്യൻ ജൂലൈ പകുതിയോടുകൂടി കർക്കിടകത്തിലേക്ക് മാറും. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ബാധിക്കും. എങ്കിലും ഇത് നമ്മുടെ ഈ ദിനഫലം, മാസഫലമൊക്കെ പറയുമ്പം ചന്ദ്രനെ കൂടുതലായിട്ട് ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. എങ്കിലും കുറച്ചൊക്കെ എങ്കിലും നമുക്ക് ചേർന്ന് വരുന്ന കാലഘട്ടമാണ്. നമുക്ക് അനുകൂലവും പ്രതികൂലവുമായ സമയമൊന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് വാരഫലം പറയുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുട്ടികൾക്കും അച്ഛനമ്മമാർക്കും പങ്കാളികൾക്കുമൊക്കെ നല്ല അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ഈ മാസം ചെയ്യുക. എല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ. നമസ്കാരം.